ഇന്ത്യയിൽ ഹിന്ദി എങ്ങനെയാണോ അതുപോലെയാണ് ഇസ്രായേലിലെ ഹീബ്രു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹീബ്രു ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അറബിയാണ്. അറബി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലാണ്. ഇവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് ഹീബ്രു ആണ്. മിക്ക എല്ലാ ഓഫീസിലും പിന്നെ ബസ് സ്റ്റാൻഡിലും പിന്നെ ബാക്കിയുള്ള ഗവൺമെൻറ് സർവീസിലൊക്കെ മെയിനായിട്ട് ഹീബ്രു തന്നെയാണ് എഴുതിയേക്കുന്നത്. ഹീബ്രു ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. പിന്നെ നമ്മൾ ജെറുസലേമിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ അറബി സംസാരിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും അറബിയും ഹീബ്രുവും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് റഷ്യയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നൊരു ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദി എങ്ങനെയാണോ അതുപോലെയാണ് ഇസ്രായേലിലെ ഹീബ്രു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹീബ്രു ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അറബിയാണ്. അറബി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലാണ്. ഇവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് ഹീബ്രു ആണ്. മിക്ക എല്ലാ ഓഫീസിലും പിന്നെ ബസ് സ്റ്റാൻഡിലും പിന്നെ ബാക്കിയുള്ള ഗവൺമെൻറ് സർവീസിലൊക്കെ മെയിനായിട്ട് ഹീബ്രു തന്നെയാണ് എഴുതിയേക്കുന്നത്. ഹീബ്രു ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. പിന്നെ നമ്മൾ ജെറുസലേമിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ അറബി സംസാരിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും അറബിയും ഹീബ്രുവും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് റഷ്യയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നൊരു ഭാഷ എന്ന് പറഞ്ഞാൽ